ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇക്കാൻ്റെ കസിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വലിയ ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് തലേ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഒരു 6 മണിക്കായപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫംഗ്ഷന് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മളൊരു 6 മണിക്ക് ഇറങ്ങിയിട്ട് 7 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേന് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ അങ്ങനെ അധികരിച്ച് വരുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നിട്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു. അപ്പം അവിടെ എല്ലാവരും ഒരു പേർപ്പിൾ തീമിലാണ് ഡ്രസ്സിൻ്റെ കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. സാരിയൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ പെണ്ണുണ്ട്. നമ്മളെ നിക്കാഹ് കുറച്ച് ദിവസം മുന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വ്ളോഗ് നിങ്ങൾ ഷോർട്ട്സ് ആയിട്ടിട്ടുണ്ടാകുന്ന കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമ്മളെ റിസപ്ഷൻ്റെ പരിപാടിയാണ്. വൈകുന്നേരം മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അങ്ങനെ നമ്മളവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് യൂട്യൂബിലേക്ക് വീഡിയോസ് എടുക്കാനേ ഭയങ്കര മടിയാണ്. പിന്നെ നമ്മളെ ഫാമിലിയുടെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തതാണ് കേട്ടോ. അല്ലാതെ വേറെ യൂട്യൂബൊക്കെ അയച്ച് വീഡിയോസ് എടുക്കാനേ തോന്നലില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഐറൂസ് ഇതാ പാട്ട് അവിടെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് താളം തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ ഫാമിലി ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോസ് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സുന്ദരിക്കുട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവളിങ്ങനെ ഐറൂൻ്റെ അടുത്തേക്ക് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഫുഡ് ആയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറ്, ചിക്കൻ കറി, പിന്നെ ചെറിയ കുഞ്ഞ് മിനി പൊറോട്ടകളുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു ഗ്രേവിയും സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഐറൂസിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറേ ചേരം ഇങ്ങനെ അവിടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കുട്ടി പട്ടാളത്തിൻ്റെ ഡാൻസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളെ കളിക്കുന്നതിനെ കണ്ടപ്പോൾ ഇവരോട് കളിക്കുക വെച്ചിട്ട് ഐറൂസിനെയും നിന്നൂസിനെയും അവിടെ കൊണ്ടുപോയിരുത്തി. നോക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ കളിയും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 10:30 മണിക്ക് കഴിഞ്ഞു വീട്ടിലേക്ക് എത്തിയപ്പോട്ടോ. അങ്ങനെ വന്നിട്ട് ഐറൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ മെഹന്തി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നെന്നൂനെ പോയിച്ച് മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൾ ഉറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ഹാൻഡിൽ മാത്രം ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കിടന്നപ്പോഴത്തേനൊക്കെ ഒരു 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈലാഞ്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേന് സമയമായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാലൊരു ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ
ഒരു ശടപടാന്നായിട്ട് നമ്മളെന്തെങ്കിലും വിചാരിച്ചാൽ അത് അതുപോലെ നടക്കില്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് 4 മണിക്കായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഓരോരുത്തരായിട്ട് നേരത്തെ പോകുന്നുണ്ടായിരുന്നു. കാരണം ബ്ലോക്കും കാര്യങ്ങളും വന്നാൽ നമ്മൾ പിന്നെ ബേബീസ് ഉള്ളതല്ലേ വിചാരിച്ചിട്ട് കുറച്ചിങ്ങനെ ലേറ്റാക്കി. കാരണം അവരവിടെ എത്തിയാലുള്ള അവസ്ഥ നമുക്കറിയുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ നടക്കുന്നത് നമ്മൾ പെരിന്തൽമണ്ണ പ്രസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്ലോക്കൊക്കെ തരണം ചെയ്തിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയുള്ള ഒരു കളർ കോഡിലായിരുന്നു കേട്ടോ. റെഡും ഓഫ് വൈറ്റും ആയിരുന്നു ഡെക്കറേഷൻ്റെ കളർ ഉണ്ടായിരുന്നു. പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് ഒരു 4 ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊന്നും എടുത്ത് കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു. അപ്പോൾ സ്റ്റേജിൻ്റെ ഡെക്കറേഷനാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അവർ ഫാമിലി മൊത്തം ഒരു ഓഫ് വൈറ്റ് തീമിലാണ് കളർ കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം ഭംഗി നമുക്ക് എടുത്ത് പറയാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെയും ഐറോസിൻ്റെയും ഡ്രസ്സൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അതിനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഐറോസിൻ്റെ ജസ്റ്റ് നല്ലൊരു ഫോട്ടോ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടത്. എൻ്റെ അവളുടെയും ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐറോൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ചെയ്തില്ല, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സാജ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്നായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൽ കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡിൽ ഒരുപാട് മെന്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങളും വെച്ചിട്ടില്ല. ഐറോസിൻ്റെ ഈ പോപ്കോൺ തീറ്റ കഴിഞ്ഞപ്പോഴത്തേനും അവൾ കച്ചറ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു വിധത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഇതാ നമ്മളിവിടെ പോപ്കോൺസ് ഉണ്ട്, പിന്നെ വെറൈറ്റി ടീസ് ഉണ്ട്. അത് പിന്നെ എല്ലാം നമ്മൾ കല്യാണത്തിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാനതൊന്നും ട്രൈ ചെയ്ത് നോക്കലില്ല കേട്ടോ. പോപ്കോൺ വാങ്ങി കഴിക്കലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീമും. പിന്നെ അതാ നമ്മൾ നൊസ്റ്റു അടിക്കുന്ന കുറേ പണ്ടത്തെ മിഠായി ഐറ്റംസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഐസ്ക്രീംസ് ഓരോന്ന് കഴിയുമ്പോൾ ഓരോ ഫ്ലേവറായിട്ട് തോന്നും. ഇപ്പോൾ എന്തായാലും മാംഗോ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു സ്കൂപ്പ് വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ അങ്ങനെ ഐറോനും കൊടുത്തു, ഞാനും കഴിച്ചിട്ടോ. അധികം കൊടുക്കാനായിട്ടൊന്നുമില്ല, കാരണം അവൾക്ക് ഓൾറെഡി ജലദോഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഞാന് മെരിയ ദീദിയുടെ എളാപ്പാന്റെ മോള്, ഞാൻ ചെറുത്, അവൾ മൂത്ത മോള്. ഇവൾ മെരിയ ദീദിയുടെ അമ്മായിയുടെ പേരക്കുട്ടിയാണ്. കുറച്ച് അകന്ന ബന്ധുവാണ്, പക്ഷെ ഞങ്ങൾ എന്നാലും പാവല്ലേ പാവടല്ലേ വെച്ചിട്ട് ഞങ്ങളുടെ കൂടെ നടത്തുകയാണ്. ഇതാണ് പയ്യമണി. ഗൈസ്, ഇതാണ് ഓഡിറ്റോറിയം, സെറ്റ് ഓഡിറ്റോറിയം ഗൈസ്. ഫുഡൊക്കെ അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതാണ് ഈ ഒരു ഇതിന്റെ പ്രത്യേകത. ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഞങ്ങളിന്നിപ്പോൾ വ്ളോഗ് എടുക്കുന്നത് എൻ്റെ കസിൻ ഷാനയുടെ ഫോണിൽ നിന്നാണ്. കാരണം ഞങ്ങളുടെ ഫോണ് താത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ്. ഇത് ഞങ്ങളുടെ കസിൻ ഫിദയാണ്. കുറച്ച് ബുദ്ധി പ്രശ്നങ്ങളാണ്. ബുദ്ധിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങള് എന്താണ് ഇന്ന് മരുന്ന് കഴിച്ചിട്ടില്ല. ശീന്താത്തയാണെങ്കിൽ ഇന്ന് കല്യാണ തിരക്കിൽ അത് എടുക്കാനും മറന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വ്ളോഗർ മെരിയ ദീദി. പിന്നെ ഇന്ന് ഞാൻ ഡാൻസ് സ്റ്റോറേജ് ബാക്കി വലിയൊരു വ്ളോഗായിട്ട് ഞങ്ങൾ വരും. എന്തായാലും നമ്മളെ ലയക്കുട്ടിക്ക് നമുക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട് വ്ളോഗർ ആവാനുള്ളത്. എന്നെക്കായി മുന്നേ ചിലപ്പോൾ അവളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവൾ ചിലപ്പോൾ സക്സസ് ആവുന്നുണ്ടാവും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചെറുതായിട്ട് വാശി പിടിക്കുന്നുണ്ട്. ചെറിയ പോപ്കോണൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബ്രൈഡും ഗ്രൂമും പാടെ ഇപ്പോൾ എൻട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അവിടെ സോങ് മ്യൂട്ടായിരിക്കും കേട്ടോ. എന്തായാലും മാഷാ അല്ലാ അടിപൊളി കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ എൻട്രിക്ക് ശേഷം ഇനി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. പിന്നെ അടിപൊളി ഡാൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കേക്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യണത് കാണാം.
അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബോയ്സ് ഗാങ്ങിൻ്റെ ഡാൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മളെ ബ്രൈഡും ഗ്രൂമും എൻട്രി ചെയ്ത് അവരെ ഒരു അടിപൊളി കപ്പിൾ ഡാൻസിൻ്റെ നിങ്ങൾ എന്തായാലും മിസ് ഔട്ട് ചെയ്യാതെ കണ്ടു നോക്കുക. ഇതുവരെ കച്ചറ കാട്ടിക്കൊണ്ടിരുന്നവള് ഡാൻസും പാട്ടും കേട്ടപ്പോൾ പിന്നെ അവിടെ സെൻറ്ററിൽ പോയി ഇരുന്നിട്ട് ഒറ്റക്ക് കളിക്കുകയാണ്. ഒറ്റക്ക് വഴിവെട്ടി വന്നതെന്ന് പറയുന്ന മാതിരി അവൾ ഒറ്റക്ക് നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പാട്ട് കേട്ട് ഇവൾ ഇവിടുന്ന് തുള്ളുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടാറ്റാ.